discuss about maximum and minimum problems. അപ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഗ്രാഫിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി മാക്സിമം മിനിമം പ്രോബ്ലംസ് നമ്മളിത് റിയൽ ലൈഫിൽ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ഇതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും അതിന് വേണ്ടിയുള്ള മാക്സിമം മിനിമം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു 6 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഈ മാക്സിമം മിനിമം പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഡ് ദ പ്രോബ്ലം. ആ പ്രോബ്ലം നമ്മൾ തറവായിട്ട് നമ്മൾ വായിക്കുക. അപ്പോൾ റീഡ് ദ പ്രോബ്ലം അണ്ടിൽ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. You should have a clear picture of what is given and what is the unknown quantity to be optimized. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എന്ന് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ എ പിക്ചർ. അപ്പോൾ തന്നിട്ടുള്ള അൺനോൺസും അതുപോലെ ക്വാണ്ടിറ്റിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പിക്ചർ വരയ്ക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം ഒരു പിക്ചർ വരയ്ക്കുക. അതിലെ പാർട്ടുകൾ ലേബൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 ഇൻട്രൊഡ്യൂസ് വേരിയബിൾസ്. അപ്പോൾ ഇനി കണ്ടുപിടിക്കാനുള്ള വേരിയബിൾസ് അൺനോണും തന്നിട്ടുള്ളതും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ ദ അൺനോൺ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മുടെ അൺനോൺ ക്വാണ്ടിറ്റിയും തന്നിട്ടുള്ള ക്വാണ്ടിറ്റിയും റിലേറ്റ് ചെയ്തിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 5 ടെസ്റ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആൻഡ് എൻഡ് പോയിന്റ്സ് ഇൻ ദ ഡൊമൈൻ ഓഫ് ദ അൺനോൺ. അപ്പോൾ അതിൽ ക്രിട്ടിക്കൽ പോയിന്റും എൻഡ് പോയിന്റും ഒക്കെ കണ്ടുപിടിക്കുക. ഫസ്റ്റും ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലെ പോയിന്റുകളൊക്കെ കണ്ടുപിടിക്കുക. അതുപോലെ ഫംഗ്ഷനെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എൻഡ് പോയിന്റ് ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ നമ്മൾ വേർഡ്സിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് പെരിമീറ്റർ പോസിബിൾ ഫോർ എ റെക്റ്റാങ്കിൾ ഹൂസ് ഏരിയ ഈസ് 16 ഇഞ്ചസ് സ്ക്വയർ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 16 ഇഞ്ചസ് ആവാൻ വേണ്ടി 16 ഇഞ്ചസ് സ്ക്വയർ ആവാൻ വേണ്ടിയുള്ള സ്മോളസ്റ്റ് പെരിമീറ്റർ എത്രയായിരിക്കുന്നത്? പെരിമീറ്റർ 16 ഇഞ്ച് ഏരിയ ഉള്ള വലിയ പെരിമീറ്റർ ഉള്ള റെക്റ്റാങ്കിൾ നമുക്ക് ഫോം ചെയ്യാം. അതുപോലെ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് പെരിമീറ്റർ ഉണ്ടാവുന്ന റെക്റ്റാങ്കിൾ ഏതായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, പ്രോബ്ലം നല്ലപോലെ മനസ്സിലാക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്മോളസ്റ്റ് പെരിമീറ്റർ ആണ്. ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്ത് അതിൻ്റെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇവിടെ ഏരിയ എന്ന് പറയുന്നത്. അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും എന്ത് ചെയ്യാം, വേരിയബിൾസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ലെറ്റ് എക്സ് ബി ദ ലെങ്ത്, ആൻഡ് വൈ ബി ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ വിത്ത് ഏരിയ 16 ഇഞ്ചസ് സ്ക്വയർ. അപ്പോൾ 16 ഇഞ്ചസ് സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദെൻ എക്സ് വൈ എന്ന് പറയുന്നത് എന്ത് പറയും, 16 ഇഞ്ചസ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, വൈ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ ടൈമിൽ 16/x എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇനി പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ലെറ്റ് പി ഡിനോട്ട് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ. പി എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കാണാൻ ഉള്ള ഇക്വേഷൻ പി ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണെന്ന് വെച്ചാൽ 2x + 2y എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 2x + y എന്താണ്, 16/x ആണ്. അപ്പോൾ 2 ഇൻറ്റു 16/x എന്ന് എഴുതി. അപ്പോൾ എക്സിൻ്റെ ടൈമിലുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്കിവിടെ ഫോം ചെയ്യാം. നമ്മൾ y എന്ന് പറയുന്നത് 16/x ആയതുകൊണ്ടാണ് ഞാനിവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിതിനെ 2x + 32/x എന്ന് എഴുതാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഇപ്പോൾ
2x plus 32 by x ആണ്. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പി എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇപ്പൊ ഈ പി എന്ന് പറയുന്നത് പെരിമീറ്റർ ആണ്. അപ്പൊ അത് പെരിമീറ്റർ ഏറ്റവും സ്മോളസ്റ്റ് വരാൻ പറ്റുന്ന പോസിബിലിറ്റി ആണ് അല്ലെ. പെരിമീറ്റർ സ്മോളസ്റ്റ് ആവണം എന്ന് വെച്ചാൽ അതിന്റെ മിനിമം കണ്ടുപിടിക്കണം. പി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മിനിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റിലും എൻഡ് പോയിന്റുകളിലാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് പി എന്ന് പറയുന്ന ഡിഫറൻഷ്യബിൾ ആണോ അല്ലെ. പി ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ഇറ്റ്സ് ഡൊമൈൻ കൺസിസ്റ്റ് ഓഫ് ഓൾ നോൺ സീറോ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. എക്സ് എന്ന് പറയുന്നത് സീറോ വരാൻ പറ്റില്ല, അതുകൊണ്ട് ഓൾ നോൺ സീറോ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് ഡൊമൈനിലുള്ളത്. സിൻസ് ദ ഡൊമൈൻ ഹാസ് നോ എൻഡ് പോയിന്റ്സ്, പി ക്യാൻ ഹാവ് മിനിമം ഓൺലി അറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പൊ ഇതിൽ ഡൊമൈനിൽ നമുക്ക് എൻഡ് പോയിന്റ് ഒന്നും എവിടെയും പറയുന്നില്ല, അതുകൊണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് മാത്രമാണ് നമ്മുടെ മിനിമം എന്ന് പറയുന്നത്. മിനിമം ക്രിട്ടിക്കൽ പോയിന്റിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ പക്ഷേ ഇവിടെ ഈ ക്രിട്ടിക്കൽ പോയിന്റ് ഏതൊക്കെയാണ്? അതിനാദ്യം നമ്മൾ പി എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് പി വിത്ത് റെസ്പെക്ട് ടു എക്സ് we get dp by dx equal to 2x in a derivative 2, 32 by x in a derivative minus 32 by x square, which is equal to cross multiply 2x square minus 32 divided by x square. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഇത് 0 വരണം അല്ല. dp by dx equal to 0 implies 2x square minus 32 by x square equal to 0, which implies ഈ x square അങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് 2x square minus 32 equal to 0 എന്ന് കിട്ടും. അതിൽ നിന്ന് 2x square എന്ന് പറയുന്നത് 32 കിട്ടും. 2x square ആണ്. അപ്പം x square ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് 16 കിട്ടും അല്ലേ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. അതിനർത്ഥം എക്സ് എന്ന് പറയുന്നത് ഏതാവാം? എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 4 ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. എന്തുകൊണ്ടാണ്? ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് 4 ആണ് എടുത്തത് അല്ലെ. ലെങ്ത് ബ്രെഡ്ത്ത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി എടുത്തത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ഇനി ആ ക്രിട്ടിക്കൽ പോയിന്റിൽ അത് മിനിമം പോയിന്റ് ആണോ അതോ മാക്സിമം പോയിന്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനാദ്യം സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. d square p by dx square which is equal to എന്ത് വരും? നമ്മൾ 2x square minus 32 by x square ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പോൾ കോഷ്യൻ റൂൾ യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അല്ലെങ്കിൽ നമുക്ക് 2 minus 32 by x square അത് ഡയറക്റ്റ് ചെയ്താൽ മതി, അതായിരിക്കും എളുപ്പം. 2ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 32 എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞതിന്റെ ഡെറിവേറ്റീവ് മൈനസ് മൈനസും കൊണ്ട് ഇവിടെ പ്ലസ് ആയി മൈനസ് 1/x³. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പിന്നെ ഒരു എക്സ് 2 ഇൻറ്റു ഇല്ലേ, -2 ഇൻറ്റു ഇല്ലേ, അപ്പോൾ ആ 2 കൂടെ ഇവിടെ വരും. അപ്പോൾ 64/x³. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് വന്നത്. 64/x³ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എക്സിന് 4 കൊടുക്കുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ ചെക്ക് ചെയ്യണം. എക്സിന് 4 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 64/4³ എന്ന് പറയുമ്പോൾ 64 തന്നെ, which is equal to 1 ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന പോയിന്റിൽ മിനിമം ആണ് എക്സിസ്റ്റ് ചെയ്യുക അല്ലേ. ഹെൻസ് ദ പെരിമീറ്റർ പി ഈസ് മിനിമം വെൻ എക്സ് ഈക്വൽ ടു 4.
അല്ലേ? അപ്പോൾ when x equal to 4, y equal to എന്ത് വരും? 16/x ആണ്. y equal to 16/x which is equal to 4. Thus the perimeter is minimum when both the length and breadth equal to 4. എന്ന് വെച്ചാൽ in other words, the perimeter is minimum when the rectangle is a square of side 4 inches and the minimum perimeter is എന്ത് വരും? മിനിമം പെരിമീറ്റർ എന്ന് പറയുന്നത് 16 തന്നെ വരും, 16 ഇഞ്ചസ് വരും. 2 × 4 + 2 × 4 വരും, അപ്പോൾ അത് 16 ഇഞ്ചസ് വരും. അപ്പോൾ നമ്മുടെ മിനിമം പെരിമീറ്റർ എന്ന് പറയുന്നത് 16 ഇഞ്ചസ് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും 4 ഇഞ്ചസ് ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും മിനിമം പെരിമീറ്റർ കിട്ടുക. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് ഒക്കെ ആയല്ലോ. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ the perimeter is minimum when the rectangle is a square of side 4 inches and the minimum perimeter is 16 inches. അങ്ങനെ സ്റ്റേറ്റ് ചെയ്താലേ നമ്മുടെ ഈ മാക്സിമം മിനിമം പ്രോബ്ലം എന്ത് ചെയ്യാവുള്ളൂ? കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം അങ്ങനെ വേണം ഒരു മാക്സിമം മിനിമം പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പിക്ചർ വരയ്ക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല, കാരണം ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡയറക്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക? പിക്ചറൊക്കെ വരച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പം നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. യു ആർ പ്ലാനിങ് ടു മേക്ക് ആൻ ഓപ്പൺ റെക്ടാങ്കുലർ ബോക്സ് from a 15/8 inch piece of cardboard by cutting squares from the corners and folding up the sides. What are the dimensions of the box of the largest volume you can make in this way? അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. നമ്മളിവിടെ ഒരു റെക്ടാങ്കുലർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. ആ റെക്ടാങ്കുലർ ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ട്. കാർഡ്ബോർഡ് പീസിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് 15 ഇഞ്ചസും അതുപോലെ 8 ഇഞ്ചസും ആണ് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പോൾ ആ കാർഡ്ബോർഡ് പീസിൻ്റെ ഓരോ കോർണേഴ്സിനും സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെക്ടാങ്കുലർ ബോക്സ് ഉണ്ടാക്കി നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ റെക്ടാങ്കുലർ ബോക്സിൻ്റെ കോർണേഴ്സിൽ നിന്നും സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റെക്ടാങ്കുലർ ബോക്സസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ആ ഒരു കാർഡ്ബോർഡ് ഷീറ്റിൽ നിന്ന് നമുക്ക് ഏറ്റവും വോളിയം കൂടിയ തരത്തിൽ എങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ള വോളിയത്തിന് ഡയമെൻഷൻ എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇത് നമുക്ക് റെക്ടാങ്കുലർ ബോക്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാം, ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളത് ആദ്യം റെക്ടാങ്കിൾ ഷേപ്പിലാണ് നമ്മുടെ കാർഡ്ബോർഡ് ഉള്ളത്. ഇത് 15 ഇഞ്ചസും ഇത് 8 ഇഞ്ചസും ആണുള്ളത്. അപ്പം അതിൻ്റെ ഓരോ സൈഡിൽ നിന്നും സെയിം ലെങ്ത് ബ്രെഡ്ത്തുള്ള സ്ക്വയേഴ്സ് ആണ് കട്ട് ചെയ്ത് കളയേണ്ടത്. എന്നിട്ട് ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റെക്ടാങ്കുലർ ബോക്സ് കിട്ടും. അപ്പോൾ ഇനി ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് റെപ്രസെന്റ് ചെയ്യണം, എഴുതണം അല്ലേ? അപ്പോൾ ലെറ്റ് എക്സ് ഇഞ്ചസ് ബി ദ സൈഡ് ഓഫ് ഈച്ച് സ്ക്വയേഴ്സ് അല്ലേ? ഓരോ സ്ക്വയറിൻ്റെയും സൈഡിൻ്റെ ലെങ്ത് എക്സ് ആണെന്ന് വിചാരിക്കാം. Let x inches be the side of each square cut off from the corners of the cardboard of dimension 15/8 inches. Then the box constructed has the following dimensions. Length of the box എന്ത് വരും? ഈ എക്സ് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തുണ്ടാവും? രണ്ട് സ്ഥലത്തും എക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ബോക്സ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ബോക്സ് ഈക്വൽ ടു 15 മൈനസ് എക്സ് രണ്ട് പ്രാവശ്യം കട്ട് ചെയ്തു. അപ്പോൾ 15 മൈനസ് എക്സ്. ബ്രെഡ്ത്തോ അവിടെ എക്സ് രണ്ട് പ്രാവശ്യം കട്ട് ചെയ്തു. അപ്പോൾ അവിടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും 8 മൈനസ് 2x ആണ്. ഇനി ആ ബോക്സിന്റെ ഹൈറ്റ് എന്ത് വരും?
ബോക്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം അവിടെ ഫോൾഡ് ചെയ്യുമ്പോൾ ആ സൈഡായിരിക്കും ബോക്സിൻ്റെ ഹൈറ്റ് ആയിട്ട് വരിക. അപ്പോൾ കട്ട് ചെയ്യുന്നിടത്തെ ഹൈറ്റ് നമ്മൾ എക്സ് ആണ് എടുത്തത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സ് ഇഞ്ചസ് ആണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് വി ആണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? ലെറ്റ് വി denote the volume of the box constructed, then v equal to length into breadth into height. Length എന്ന് പറയുന്നത് 15 minus 2x into 8 minus 2x into x. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ എക്സ് എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 120 എക്സ് മൈനസ് 46 എക്സ് സ്ക്വയർ പ്ലസ് 4x³ എന്ന് കിട്ടും. അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തു. അപ്പോൾ എല്ലാ സ്റ്റെപ്പും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, പിക്ചർ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്പുകളും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 15 മൈനസ് 2x, ഇത് 8 മൈനസ് 2x. അപ്പോൾ വോളിയം ഇതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് വോളിയം ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വി എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? ലാർജസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമൈസ് ചെയ്യാൻ പോവുകയാണ് ഈ ഫംഗ്ഷനെ. അപ്പോൾ നമുക്കുള്ള ആൻസർ കിട്ടും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ the volume of the box V is a differentiable function. കാരണം പോളിനോമിയൽ ആണ്. പിന്നെ കാർഡ്ബോർഡിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഓൺലി 8 ഇഞ്ചസേ ഉള്ളൂ. അപ്പോൾ 8 ഇഞ്ചസിനേക്കാൾ ഒരിക്കലും കുറവ് വരാം. കാരണം 8ൽ നിന്ന് ആ ബ്രെഡ്ത്തിൽ നിന്ന് എക്സ് അല്ല 2x കട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ 2x എന്ന് പറയുന്നത് 8ൽ നിന്ന് 2x കട്ട് ചെയ്ത് ഒരിക്കലും അത് 0 ആവാൻ പാടില്ല, ബ്രെഡ്ത്ത് 0 ആവാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഇത് രണ്ടും ഈക്വൽ ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും 4നേക്കാൾ ചെറുതോ ഈക്വൽ ആവാൻ പാടില്ല. 4നേക്കാൾ ചെറുതോ ഈക്വൽ ആയി കഴിഞ്ഞാൽ ബ്രെഡ്ത്ത് ഇല്ല അവിടെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരാൻ പാടുള്ളൂ. 4നേക്കാൾ വലുതാവരുത്. എക്സ് എന്ന് പറയുന്നത് 4നേക്കാൾ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 മാത്രമേ പറ്റുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സിൻസ് ബ്രെഡ്ത്ത് ഓഫ് ദ കാർഡ്ബോർഡ് ഈസ് ഓൺലി 8 inches, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഹെൻസ് ദ ഡൊമെയിൻ ഓഫ് വി ഈസ് ഏതാ വരിക? ഡൊമെയിൻ എന്ന് പറയുന്നത് 0 തൊട്ട് 4 വരെയുള്ളതേ വരുള്ളൂ. ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 4 ആണ്. ഡൊമെയിൻ എന്ന് പറയുന്നത് ഇതാണ് വരിക. ഡിഫറൻഷിയേറ്റിംഗ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്, വി ഗെറ്റ് dv by dx ഈക്വൽ ടു 120 minus 46 into 2 92x പ്ലസ് 4 into 3 12x സ്ക്വയർ. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 4 into 3x minus 5 into x minus 6 എന്ന് എഴുതാം. നിങ്ങൾ കട്ട് ചെയ്ത് എഴുതിയാൽ മതി. എല്ലാത്തിലും 4 കോമൺ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫോമിൽ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. dv by dx ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഈ ഫംഗ്ഷൻ 0 ആണോ? 4 into 3x minus 5 into x minus 6 equal to 0, which implies x equal to ഇവിടെയാണെങ്കിൽ 5/3 വരും, അല്ലെങ്കിൽ x equal to 6. x 6 വരാൻ പറ്റുമോ? പറ്റില്ല. കാരണം x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8 inches ആണ്. അപ്പോൾ 8ൽ നിന്ന് 6 2 പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബ്രെഡ്ത്ത് ഒന്നും ഇല്ലാതെ ആയിപ്പോൾ. അതുകൊണ്ട് നമുക്ക്
എക്സ് ഈക്വൽ ടു 6 എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. സിൻസ് എക്സ് ഈക്വൽ ടു 6 ഈസ് നോട്ട് എ പോയിന്റ് ഓഫ് ദ ഡൊമെയിൻ, ഇറ്റ് ഈസ് ഇൻഅഡ്മിസിബിൾ. ഇതെടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഓൾസോ നമുക്ക് 5/3 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ അറ്റ് എക്സ് ഈക്വൽ ടു 5/3 കണ്ടുപിടിക്കാം. അപ്പം എന്ത് വരും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ -92 പ്ലസ് 24x ആണ്. -92 പ്ലസ് 24 ഇൻറ്റു 5/3 വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 8 വരും. -92 പ്ലസ് 40 എന്ന് പറയുമ്പോൾ -52 which is less than 0. That means 5/3 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷന് മിനിമം ആണോ മാക്സിമം ആണോ ഉള്ളത്? ഇത് ലെസ് ദാൻ 0 എന്നതുകൊണ്ട് മാക്സിമം ആണുള്ളത്. അപ്പോൾ ഹെൻസ് വി ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 5/3. ഇനി നമ്മൾ 5/3 മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. എൻഡ് പോയിന്റിലും കൂടെ ചെക്ക് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ 5/3 മാത്രം ചെക്ക് ചെയ്തോളൂ. ഇനി the value of v at the critical point x equal to 5/3 and at the end points x equal to 0 and x equal to 4 are adhiyam x equal to 5/3 il v ന്റെ value v of 5/3 എന്ത് വരും? 15 minus 10/3 into 8 minus 10/3 into 5/3 which is equal to 2450/27. ഇനി അടുത്തത് വി ഓഫ് 0 കണ്ടുപിടിക്കണം. എൻഡ് പോയിന്റിലുള്ള ഫംഗ്ഷൻ വാല്യൂ 0. അടുത്തത് വി ഓഫ് 4 എന്താ വരിക? അതും 0 വരും. അപ്പോൾ ഇതിൽ മാക്സിമം ഏതാണ്? ഇതാണ് മാക്സിമം. ഹെൻസ് ദ മാക്സിമം വോളിയം ഈസ് 2450 divided by 27 and the maximum volume is attained when x equal to 5/3. Therefore the box with the maximum volume has ലെങ്ത് എന്ന് പറയുന്നത് 15 minus 2x വരും. is equal to 15 minus 2 into 5/3. 2 into 5/3 which is equal to 35/3 inches. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 8 minus 2x വരും which is equal to 14/3 inches. and height എന്ന് പറയുന്നത് x equal to 5/3. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമ്മുടെ വോളിയം മാക്സിമം വരാൻ പറ്റിയ ചാൻസ്. അപ്പോൾ വോളിയം മാക്സിമം വരുന്നത് എക്സ് ഈക്വൽ ടു 5/3 ആവും. 5/3 ലെങ്ത് ഉള്ള സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് വോളിയം മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം മിനിമം. നിങ്ങൾക്ക് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെയാണ് വരിക. മാക്സിമം മിനിമം പ്രോബ്ലംസ് ഒക്കെ ഇതുപോലെയാണ് ചോദിക്കാറ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്തു നോക്കുക. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ മാക്സിമം മിനിമത്തിൻ്റെ ബാക്കി കുറച്ച് പ്രോബ്ലംസ് ടെക്സ്റ്റിൽ സോൾവ്ഡ് ആയിട്ടുണ്ട്. അത് നിങ്ങൾ കുറച്ച് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോസ്റ്റ് ആൻഡ് റവന്യൂ ഇൻ എക്കണോമിക്സ്. അതിൽ നമുക്ക് ഈ മാക്സിമം മിനിമം പ്രോബ്ലം എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ചാപ്റ്റർ 2 സെക്ഷൻ 1 ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് ഞാൻ റീകോൾ ചെയ്യാണ്. അവിടെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ദ റവന്യൂ ഫ്രം സെല്ലിംഗ് എക്സ് ഐറ്റംസ് ആണ്. സി ഓഫ് എക്സ് എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ദ എക്സ് ഐറ്റംസ് ആണ്. അതിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് ആണ്. എന്ന് വെച്ചാൽ ദ പ്രോഫിറ്റ് ഫ്രം സെല്ലിംഗ് എക്സ് ഐറ്റംസ്. റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ വരവ്. കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മുടക്കുന്ന ആ കോസ്റ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ലാഭം. അപ്പോൾ അതിൽ മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാനായിട്ട് ആർ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. മാർജിനൽ കോസ്റ്റ് ആണെങ്കിൽ സി ഡാഷ് ഓഫ് എക്സ്, മാർജിനൽ പ്രോഫിറ്റ് ആണെങ്കിൽ പി ഡാഷ് ഓഫ് എക്സ്. അതെന്ന് പറയുന്നത് ആർ ഡാഷ് ഓഫ് എക്സ് മൈനസ് സി ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് റീകോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. പ്രൂവ് ദാറ്റ് അറ്റ് എ പ്രൊഡക്ഷൻ ലെവൽ എക്സ് നോട്ട് ദാറ്റ് മാക്സിമൈസ് പ്രോഫിറ്റ് the marginal revenue equals the marginal cost. Determine the number of units of commodity
that should be produced to maximize the profit when the cost and the revenue function are given by C of x equal to 800 plus 30x minus 0.01 x square and R of x equal to 50x minus 0.02 x square, 0 less than or equal to x less than or equal to 1500. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് മാക്സിമൈസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം മിനിമം പ്രോബ്ലം പോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് റവന്യൂ ആണ്, എക്സ് ഐറ്റം സെല് ചെയ്യുമ്പോൾ ഉള്ള റവന്യൂ ആണ് എടുക്കുന്നത്. സി ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ്റ്റ്, പ്രൊഡ്യൂസിങ് എക്സ് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ആണ്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റിനെയും മാർജിനൽ റവന്യൂവിനെയും പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും എങ്ങനെ ആയാലാണ് പ്രോഫിറ്റിന്റെ ലെവൽ മാക്സിമൈസ് ചെയ്യാൻ പറ്റുക എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് ആണ് അല്ലെ. ആർ ഓഫ് എക്സ് മൈനസ് സി ഓഫ് എക്സ് ആണ്. അപ്പോൾ ലെറ്റ് ആർ ഓഫ് എക്സ് ഡിനോട്ട് ദ റവന്യൂ ഫ്രം സെല്ലിംഗ് എക്സ് ഐറ്റംസ്, സി ഓഫ് എക്സ് ഡിനോട്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എക്സ് items and P of x denote the profit from selling x items. Then P of x എന്ന് പറയുന്നത് എന്ത് എഴുതാം, then P of x നെ നമുക്ക് R of x minus C of x ആയിട്ട് എഴുതാം അല്ലേ. Let us assume that R of x, C of x and hence P of x are differentiable functions of x for all x greater than 0. Then if P of x has a maximum value at x naught is a critical point. അല്ലേ, P of x ന് maximum value at x naught-ലാണ് attain ചെയ്യുന്നതെങ്കിൽ x naught എന്ന് പറയുന്നത് ഒരു critical point ആയിരിക്കും. maximum attain ചെയ്യണമെങ്കിൽ x naught critical point ആയിരിക്കും. മാത്രമല്ല hence by critical point test P dash of x naught എന്ത് വരും, 0 വരും. critical pointൽ ഡെറിവേറ്റീവ് 0 വരും. പക്ഷെ P dash of x എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, R dash of x മൈനസ് C dash of x. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ ലെവൽ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാക്സിമം പ്രോഫിറ്റ് എങ്കിൽ അവിടെ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കണം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ P dash of x എന്ന് പറഞ്ഞാൽ R dash of x മൈനസ് C dash of x ആണ്. അപ്പോൾ ഇവിടെ P dash of x നോട്ട് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, P dash of x not equal to 0 implies R dash of x not minus C dash of x not 0 ആണ്. അതിനർത്ഥം ഇത് രണ്ടും ഈക്വൽ ആണ്. R dash of x not equal to C dash of x not നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Which implies the marginal revenue at x not equal to marginal cost at x not. But thus maximum profit occurs at a production level at which marginal revenue equals marginal cost. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ മാർജിനൽ കോസ്റ്റും മാർജിനൽ പ്രോഫിറ്റും ഈക്വൽ ആയിട്ട് വരണം ആ ഒരു പോയിന്റിൽ. അപ്പോൾ അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. മാർജിനൽ മാക്സിമം വരുന്നിടത്ത് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, number of units of commodity that should be produced to maximize the profit when the cost and the revenue functions are given by C of x തന്നിട്ടുണ്ട്, R of x തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എക്സ് എന്ന് പറയുന്ന റേഞ്ച് 0 തൊട്ട് 1500 വരെയാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഏത് നമ്പർ ആവണം അല്ല, എക്സ് ഏത് നമ്പർ ആവുമ്പോഴാണ് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റും റവന്യൂ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ the cost and the revenue functions are given by C of x equal to 800 plus 30x minus 0.01 x square and R of x equal to 50x minus 0.02 x square.
അതുപോലെ എക്സിൻ്റെ റേഞ്ച് 0 തൊട്ട് 1500 വരെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ്. പ്രോഫിറ്റ് ഫംഗ്ഷൻ. The profit function is given by r of x minus c of x, which is equal to 50x minus 0.02x square minus 800 plus 30x minus 0.01 x square. അപ്പോൾ ഇവിടെ 50x minus 30x 20x minus 0.02x square മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് വരും അല്ലേ. 0.001 ഇല്ല, 0.1 ഉള്ളൂ കേട്ടോ. 0.1x square ആണ്. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 0.02 അല്ല 0.1x square എന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ എഴുതാം, മൈനസ് 800. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? പി ഓഫ് എക്സ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് മാക്സിമം ആവണത് കണ്ടുപിടിക്കണം. അപ്പം അതിനായിട്ടായത് നമ്മൾ ഇതിന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇതൊരു പോളിനോമിയൽ ആയതുകൊണ്ട് പി ഓഫ് എക്സ് ബീയിങ് എ പോളിനോമിയൽ ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആൻഡ് പി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 20 മൈനസ് 2 ഇൻറ്റു 0.01 എന്ന് പറയുമ്പോൾ 0.02x വരും. 800 ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇതാണ് നമ്മുടെ പി ഡാഷ് ഓഫ് എക്സ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് മാക്സിമം വരണമെങ്കിൽ ഒന്നെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ എൻഡ് പോയിന്റിലായിരിക്കും. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ പി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എപ്പോഴാണ്? ഇത് 0 വരുമ്പോൾ, വിച്ച് ഇംപ്ലൈസ് 0.02x equal to 20, which implies x equal to 20 by 0.02, which is equal to 1000. അപ്പോൾ 1000 ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ x എന്ന് പറയുന്നത് 1000 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് അറിയാനായിട്ട് പി ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? പി ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഡാഷ് ഇതാണ്. പി ഡബിൾ ഡാഷ് പറയുമ്പോൾ ഇവിടെ മൈനസ് 0.02 വന്നു, വിച്ച് ഈസ് ലെസ് ദാൻ 0. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഹെൻസ് പി ഓഫ് എക്സ് അറ്റൈൻസ് എ മാക്സിമം അറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ് എക്സ് ഈക്വൽ ടു 1000 അല്ലേ. അപ്പോൾ ഒരു മാക്സിമം ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇത് ലെസ് ദാൻ 0 ആയതുകൊണ്ട് അവിടെ ഒരു മാക്സിമം ആയിരിക്കും. ഇപ്പോൾ ലോക്കൽ മാക്സിമം ആണ്. അപ്പോൾ അതാണോ ഏറ്റവും മാക്സിമം എന്ന് നമുക്ക് അറിയണം അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ദ വാല്യൂസ് ഓഫ് പി അറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ് ആൻഡ് അറ്റ് ദ എൻ പോയിന്റ്സ് കണ്ടുപിടിക്കണം. എൻ പോയിന്റ്സ് ആർ എന്ത് വരും? പി ഓഫ് 1000, പി ഓഫ് 0, പി ഓഫ് 1500 കണ്ടുപിടിക്കണം. പി ഓഫ് 1000 എത്ര വരും? 20 ഇൻറ്റു 1000 മൈനസ് 0.01 ഇൻറ്റു 1000 സ്ക്വയർ മൈനസ് 800. 20 ഇൻറ്റു മൈനസ് 0.01 ഇൻറ്റു, അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരിക 9200. അതുപോലെ പി ഓഫ് 0 എന്ന് പറയുന്നത് മൈനസ് 800. പി ഓഫ് 1500 എന്ന് പറയുന്നത് 6700. അപ്പോൾ ഇതിൽ മാക്സിമം വരുന്നത് പി ഓഫ് 1000 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? പി ഓഫ് 1000 തന്നെയാണ് മാക്സിമം വന്നത്. ഹെൻസ് ദ മാക്സിമം പ്രോഫിറ്റ് ഈസ് 9200. And the maximum profit is attained when x equal to 1000. Thus, to obtain maximum profit, production level should be set at x equal to 1000. അപ്പോൾ x എന്ന് പറയുന്നത് 1000 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ ലെവൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിപ്പോൾ മാക്സിമം മിനിമം പ്രോബ്ലം ഈ കോസ്റ്റിൻ്റെ റവന്യൂൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവറേജ് കോസ്റ്റ് കാണാനും മിനിമൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇത് യൂസ്ഫുൾ ആണ്.
നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഗ്രാഫിംഗ് ആൻഡ് മാക്സിമം മിനിമം പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ നമ്മൾ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്തേക്കാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ചാപ്റ്റർ ക്ലാസ്സിലെടുത്തതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് എടുക്കാം.